ഈ കാറും കൊണ്ട് അബുദാബിയിലോ മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം പെടുന്നൊരു സാഹചര്യമുണ്ട്. BYD Atto 3 കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ടെസ്ലയോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു ഇലക്ട്രിക് വാഹനമാണ് BYDയുടെ ഈ ഒരു കോമ്പാക്റ്റ് SUV. ഇത് ലീസ്റ്റ് ഓൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ് നമ്മൾ അൽഫുടൈമിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു കാർ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഇതിൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺ. വെൽക്കം ബാക്ക് ടു കൺസ്വേൾഡ്. BYDയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ, ബഡ്ജറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ളതുപോലുള്ളൊരു സ്റ്റിഫ്നെസ് ഇതിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അത്യാവശ്യം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നല്ല ബൂട്ട് സ്പേസ് ആണ്. പക്ഷേ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ട് സ്പേസ് അല്ല. ഞാനിവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലൊരു പവർ സ്റ്റേഷനും ഇതുപോലെ ഒരു ട്രോളിയൊക്കെ വെച്ചിട്ടും ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ നമുക്കുണ്ട്. പക്ഷേ ഇതൊരു പവർ ട്രങ്ക് അല്ല എന്ന് തന്നെ പറയാം. ഇതിൻ്റെ യൂസർ റിവ്യൂ നോക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടി വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കാറിന് മറ്റുള്ള ഈ ബഡ്ജറ്റ് ഇലക്ട്രിക് കാറിനെ പോലെയുള്ള ഒരു സസ്പെൻഷൻ സ്റ്റിഫ്നെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫർട്ടബിലിറ്റിയാണ് ഈ ഒരു കാറിന് നമുക്ക് ലഭിക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിലും ടെസ്ലയേക്കാൾ കൂടുതൽ വീട്ടുകാർ പ്രിഫർ ചെയ്യുന്നത് BYDയിൽ യാത്ര ചെയ്യാനാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഇൻറ്റീരിയർ കൊണ്ടാണ്. ഇതൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഇവിടെ കാണാം, ഫ്രണ്ടിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ക്രീൻ. ഇത് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ക്രീൻ വലിയ താല്പര്യമുള്ളതല്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് വെർട്ടിക്കലായിട്ടുള്ള സ്ക്രീൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ സ്റ്റിയറിങ്ങിൽ കൊടുത്തിട്ടുള്ള ഈ ബട്ടൺസിൽ ദാണ്ട പനോരമിക് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ ഒറ്റയടിക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ എല്ലാം ഇതുപോലെ ഓണായിട്ട് വരും. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇത്രയും നാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അത് ക്യാമറ ഓണാവും. അതുപോലെ തന്നെ ഇതുപോലെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതെനിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നമുക്ക് ദാണ്ട ഇവിടെ കാണുന്ന ഈ പനോരമിക് സൺറൂഫ്. ഇത് സാധാരണ രീതിയിൽ ഈ സൺറൂഫും സംഭവങ്ങളും ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ പനോരമിക് സൺറൂഫുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും ഒരു മഴയൊക്കെ വന്നാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഫുൾ ഓപ്പൺ ചെയ്യല്ല, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഭയങ്കര സുഖമാണ്. അതിൻ്റെ കൂടെ കാണുന്ന ഈ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, സോഫ്റ്റ് ടച്ച് ചെയ്യുന്ന, അതായത് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അങ്ങനെ ടച്ച് ചെയ്താൽ കത്തുന്ന ലൈറ്റാണ്. വളരെ പ്രീമിയം ബിൽഡാണ് ഇതിനൊക്കെ ഉള്ളത്. അത് നമ്മൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. നമുക്കതിനകത്ത് മറ്റൊരു പ്രശ്നങ്ങളും ഇതുവരെ തോന്നിയിട്ടില്ല. ബാക്കിലെ സ്പേസിൻ്റെ കാര്യം എടുത്ത് പറയുക തന്നെ വേണം. ഈ വാഹനങ്ങളിൽ കയറുന്ന എല്ലാവർക്കും ബാക്കിലിരിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത്. കാര്യം അത്യാവശ്യം ലെഗ് സ്പേസും സീറ്റിംഗ് സ്പേസും ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണിത്. നമുക്ക് തായ് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് എത്ര ദൂരം ഈ വാഹനത്തിൽ യാത്ര ചെയ്താലും നല്ല സുഖമായിട്ട് ആളുകൾക്ക് ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഈ ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഒക്കെ ഒരേപോലുള്ള ലെതർ കവറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ആണ് എന്ന് പറയുമ്പോഴും ഇതിനൊരു വെന്റിലേറ്റഡ് സീറ്റ് ഇവിടെ UAE വരുന്ന ഈ വെർഷനിൽ നമ്മളെടുത്ത ആ ഒരു മോഡലിനില്ല. കാര്യം അന്ന് ഞാൻ പറഞ്ഞിരുന്നു,
ഇതിന് വേറെ വേരിയേഷൻ ഒന്നും ഇവിടെ UAE കൊടുക്കുന്നില്ലായിരുന്നു. ഒരൊറ്റ വേരിയേഷനേ ഉള്ളൂ. അതായത് ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കൂ. അത് തന്നെയാണ് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിങ്സോ എക്സ്ട്രാ ഫീച്ചേഴ്സോ ഒന്നും നമുക്കിവിടെ മറ്റുള്ള അറ്റോ 3യിൽ UAE ലഭിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ വാഹനത്തിന് കുറവോ കൂടുതലോ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ പ്രാക്ടിക്കലായിട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു AC വെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈസി ആയിട്ട് പൊടി കയറുന്നുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു AC സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ട ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. ആ സ്റ്റോറേജിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോവാം. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ കാണിച്ചു തന്നിരുന്നു, ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട് ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ. പിന്നെ നമുക്ക് ദാണ്ട് ഇവിടെ ഫിസിക്കലായിട്ട് കുറച്ച് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗിയർ ലിവറിൻ്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് നമ്മളുടെ വണ്ടിക്ക് തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ചിട്ടാണ്. റേഞ്ച് നമുക്ക് 480 കിലോമീറ്ററോളം ഇത് കിട്ടുമെന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ നോർമൽ രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 350 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അതല്ല നമ്മൾ അത്യാവശ്യം ഒരു ശ്രദ്ധിച്ചൊക്കെ എക്കോണമി മോഡിലൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ 400-420 എങ്ങനെ പോയാലും നമുക്കിതിനകത്ത് റേഞ്ച് കിട്ടുന്നു എന്ന് പറയാം. പിന്നെ ഒരുപാട് നമ്മൾ AC ഒക്കെ ഓൺ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തും പിന്നെ ഭയങ്കര റഫായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 300 താഴെയൊക്കെ റേഞ്ച് പലപ്പോഴും കിട്ടാറുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു കാറ് തന്നെയാണ് എന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ പല തവണ ഇതുകൊണ്ട് ഈ ലോങ് യാത്ര പോയിട്ടുള്ളപ്പോഴെല്ലാം നമുക്ക് ഇതിൻ്റെ ആ ഒരു റേഞ്ച് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ്. ഇതിൻ്റെ ഡോറ് തുറന്നിറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ലിവർ ഇങ്ങനൊന്ന് 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഇനിയിപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് വണ്ടിക്ക് പുറത്തിറങ്ങി ഒന്ന് നോക്കാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ഇതിൻ്റെ യഥാർത്ഥ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന്. അത് മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള അത്ര ഒരു ചാർജിങ് സ്റ്റേഷൻസ്, അതായത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് BYD പോലുള്ള കാറുകൾക്ക് ഇവിടെ അത്ര തന്നെ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് സ്റ്റേഷൻസ്, DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് അനവധി ഉണ്ട് എന്ന് പറയാം. പക്ഷേ അത് ടെസ്ല എന്ന ബ്രാൻഡ് അവരുടെ കാറുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ BYD അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള കാർ കമ്പനിക്കാർക്ക് അങ്ങനെ ഒരു ചാർജിങ് നെറ്റ്വർക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ഇവിടെ ബിൽഡ് ചെയ്ത് എടുത്തിട്ടില്ല. എന്നാൽ അബുദാബിയിലേക്കൊക്കെ പോകുമ്പോൾ നേരെ മറിച്ച് നമുക്ക് അഡ്നോക്കിൻ്റെ പല ഫ്യുവൽ സ്റ്റേഷൻസിലും നമുക്ക് കാണാം DC ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി 1 ദിർഹംസ് 24 ഫിൽസ് വെച്ചിട്ടാകും. പക്ഷേ നമുക്ക് അങ്ങനെ കൊടുത്തെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് പക്ഷേ അബുദാബിയിലേക്ക് പോകുമ്പോൾ മാത്രമേ കൂടുതലായിട്ടുള്ളൂ. പിന്നുള്ളത് ഒരെണ്ണം ഇവിടെ അഡ്നോക്ക് ഫ്യുവൽ സ്റ്റേഷൻ ഷാർജയിലുണ്ട്. അതല്ലാതെ നമുക്കിത് മിക്ക സ്ഥലങ്ങളിലും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ BYD എന്ന് പറയുന്ന ഈ ഒരു കാറ് എടുത്തുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവ് പോകാൻ കുറച്ച് ശ്രദ്ധിക്കണം. പ്ലാനിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് മുവൈല എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കണ്ണിങ്ങനെ ഇതായിട്ട് വരുന്നത്. ഈ മുവൈലയിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് സഹിയ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നൊരു സിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെ ഏകദേശം നമുക്കൊരു 12 മുതൽ 18 വരെയുള്ള നോർമൽ AC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാറ്
അവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ 8 മുതൽ 10 മണിക്കൂർ വരെ എടുക്കും ഇത് 0 to 100 ചാർജ് ആവാനായിട്ട്. എന്നാൽ നേരെ മറിച്ച് ടെസ്ലയൊക്കെ ആണെങ്കിൽ സെയിം ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 മണിക്കൂർ ഉണ്ട് നമുക്ക് അത് ചാർജ് ചെയ്ത് കിട്ടും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം BYDയുടെ ഈ കാറ് മാക്സിമം ആ ചാർജറിൽ നിന്ന് ഡ്രോ ചെയ്യുന്നത് 6 കിലോ വാട്ടാണ്. അത് 12 കിലോ വാട്ട് വരെ അത് സപ്പോർട്ട് ചെയ്യും. മൊത്തത്തിൽ 24 കിലോ വാട്ടിൻ്റെ ചാർജറാണ് ഒരു സ്റ്റേഷൻ. പക്ഷേ അത് ഷെയ്ഡ് ആയതുകൊണ്ട് 12 കിലോ വാട്ട് വരെയെങ്കിലും എടുക്കാം. പക്ഷേ ഈ ഒരു കാറ് 6 കിലോ വാട്ടേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുക്കും. 1 മണിക്കൂറിൽ 10% വെച്ചിട്ടാണ് അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചാർജിങ് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചാർജർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ BYD എന്ന് പറയുന്ന കാറ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ പോലെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ BYD യൂസ് ചെയ്യുമ്പോൾ ചാർജിങ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പുറത്ത് നല്ല ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ മെയ് മാസമാണല്ലോ, അത്യാവശ്യം ചൂട് തുടങ്ങി. ഈ ചൂട് സമയത്തൊക്കെ നമ്മളുടെ കാറ് അത്യാവശ്യം AC നല്ല പെർഫോമൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. അഗ്രസീവായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് രീതിയല്ല BYDക്ക് ഉള്ളത്. BYDക്ക് നമ്മളിപ്പോൾ സ്പോർട്ട് മോഡൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ കുതിച്ച് ചാടി പോകും. പക്ഷേ ടെസ്ല പോലെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ EV ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ചാർജറൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നമുക്ക് റേഞ്ച് പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഓടിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഹാപ്പിയാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ കാറിൽ BYDയിൽ ചാർജ് ഉണ്ടെങ്കിൽ ഞാനിത് എടുത്തുകൊണ്ട് പോകാൻ നോക്കും. കാര്യം ഒരു കോമ്പാക്റ്റ് SUVയിൽ പോകുന്നതിൻ്റെ ആ ഒരു സുഖവും പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം, പ്രത്യേകിച്ച് ഞാൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ കാർ എടുത്തുകൊണ്ട് പോകാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറ് ലീസ് ടു ഓൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ് അൽഫുടൈം ദുബായിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഈവൻ ഈ കാറ് എൻ്റെ പേർക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അൽഫുടൈമിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഈ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ 3 വർഷത്തേക്ക് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് അങ്ങനെ ഒരു പൈസ എനിക്ക് കൊടുക്കണ്ട. ബട്ട് മന്ത്ലി 1665 സംതിങ് എനിക്ക് പേ ചെയ്താൽ മതി. ഇനിഷ്യലി ഒരു 25,000 ഈ കാറിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു, അതായത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇൻ കേസ് ഞാൻ ഈ കാറ് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നിപ്പം 1 കൊല്ലം കഴിഞ്ഞിട്ട് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ അടച്ച 25,000 എനിക്ക് കിട്ടത്തില്ല. മാത്രമല്ല എൻ്റെ മന്ത്ലി ഉള്ള ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു 4 ടൈംസോ 6 ടൈംസോ ആണ്. അത് ഞാൻ എക്സ്ട്രാ അവർക്ക് പേ ചെയ്യണം ഈ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി 20,000 വെച്ചിട്ടാണ്, 20,000 കിലോമീറ്റർ വെച്ചിട്ടാണ് ഇയർലി എനിക്ക് ഇതിനകത്ത് ഓടാൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വർഷം കൊണ്ട് ഞാൻ 60,000 കിലോമീറ്റർ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് 1 ദിറംസ് എക്സ്ട്രാ വെച്ച് ഞാൻ കൊടുക്കേണ്ടി വരും. അതാണ് ലീസ് ടു പിന്നെ ഓൺ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ വരുന്ന ഒരു അപാകത എന്ന് പറയുന്നത്. അത് നേരെ മറിച്ച് നമ്മൾ 3 കൊല്ലം കഴിഞ്ഞ് ഈ വാഹനം എനിക്ക് മാക്സിമം 80,000 ദിറംസ് കൊടുത്തിട്ട് എൻ്റെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അന്ന് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അധികം ഓടിയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പൈസ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇതാണ് ലീസ്റ്റ് വോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം വഴിയാണ് ഞാൻ ഈ കാർ എടുത്തത്. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാറ് ടെസ്ലയാണ്. ടെസ്ല നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുന്ന കണക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ചില സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് BYD ലീസ്റ്റ് കൊണ്ടേ അല്ല, BYD അറ്റോ 3 എന്ന് പറയുന്ന ഇലക്ട്രിക് കാറ് എടുക്കേണ്ടിയിരുന്നില്ല എന്ന്. അതെപ്പോഴാണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. എനിക്ക് നിലവിൽ പുറത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ സഹിയിൽ മാത്രമാണ്.
സഹയ സിറ്റി സെൻറ്ററിൽ പോയിട്ട് അവിടെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫിറ്റ്നസ് ക്ലബിൻ്റെ മെമ്പർഷിപ്പൊക്കെ എടുത്തു. അപ്പം നമ്മൾ അവിടെ എക്സസൈസ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി കുത്തിയിടും. എന്നിട്ട് കഴിയുമ്പോഴത്തേന് നമ്മൾ ഏകദേശമൊക്കെ ചാർജ് ആയിട്ടിരിക്കുക. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അടുത്ത 3 വർഷത്തേക്ക് അത് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. കാര്യം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഇതിന് പാർക്കിംഗ് സ്പേസിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം അവർ ചെയ്തു തന്നില്ല. അത് ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല. കാര്യം അത്രയ്ക്കും ഒരു സപ്പോർട്ടീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ട്രിക് കാറിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഒരു വില്ലയൊക്കെ ഉണ്ട്. ആ വില്ലയിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്, അടിപൊളി കാറാണ്. അപ്പം നാട്ടിൽ BYD എടുക്കാവോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ പറയും, സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടോ, ഗോ ഫോർ ഇറ്റ്. കാര്യം മറ്റേത് വാഹനങ്ങളെക്കാൾ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി ഉണ്ട്. മാത്രമല്ല ബെറ്റർ ബാറ്ററിയാണ്, ബ്ലേഡ് ടെക്നോളജിയുള്ള ബാറ്ററിയാണ്. നിങ്ങൾക്കറിയാം, ഈവൻ ഫയർ പ്രൂഫായിട്ടുള്ള ബാറ്ററി ആണെന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പം നിലവിൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ EVക്ക് വരെ ബ്ലേഡ് ടെക്നോളജി ബാറ്ററി സപ്ലൈ ചെയ്യുന്നത് BYD ആണെന്ന് കേട്ടു. അതൊക്കെ സത്യമാണെങ്കിൽ BYDയുടെ ബാറ്ററിയുടെ ഗുണമേന്മ ലോകത്തുള്ള എല്ലാവരും അംഗീകരിച്ചു എന്നുള്ള കാര്യമാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ BYD എടുത്തിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം. ആദ്യം ഞാൻ പറയുമായിരുന്നു, എൻ്റെ ടെസ്ല എടുക്കുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഇവിടെ UAEയിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇലക്ട്രിക് കാറുകൾ ഓടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു സമയമാണെന്ന്. പക്ഷേ ഞാൻ ആ വാക്ക് തിരിച്ചെടുത്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന്. ചാർജിങ് സ്റ്റേഷൻസ് പുതുതായിട്ട് അധികം വരുന്നില്ല. ആകെ അബുദാബിയിൽ മാത്രം കുറച്ച് ചാർജിങ് സ്റ്റേഷൻസ് വന്നതേ ഉള്ളൂ, വിച്ച് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു വണ്ടി 0 to 100 ചാർജ് ചെയ്യാനായിട്ട് 90+ ദിറംസ് ആകും. ഓൾമോസ്റ്റ് നമുക്കൊരു കാറിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിക്കുന്ന പൈസയാവും. പിന്നെ എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നലൂടെ വരും. കാര്യം നമ്മൾ ഓഫ് കോഴ്സ് ഈ പൈസ കുറച്ച് അല്ല, ഈ ഫ്യൂവൽ അടിക്കുന്നതിൻ്റെ പൈസ കുറച്ച് ലാഭം പിടിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടല്ലേ എല്ലാവരും EV ഓടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ UAEയിൽ നിങ്ങളിപ്പോൾ ഒരു വില്ല ഒന്നും ഇല്ലാത്ത ആളാണ്, അതല്ലെങ്കിൽ ചാർജിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈവൻ ടെസ്ല പോലും ഇപ്പോൾ എടുക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് അജി സൈനിങ് ഓഫ്. ബൈ.